അൻപോടെ 50 നാൾ ക്രൂശുമായി നിൻ വഴിയേ തളരാതെ നീങ്ങാൻ നിൻ കൃപയേകണമേ. സഹനത്തിൽ സ്നേഹം നിറയുമ്പോൾ മുറിവും തിരുമുറിവായിടുന്നു. നീയും ക്രൂശിതനായിടുന്നു. ഭാരമില്ലാത്ത മനുഷ്യർ ആരാണുള്ളത്? എല്ലാവർക്കും ഓരോരോ ഭാരങ്ങളുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന ഏറ്റവും അടുത്ത ജംഗ്ഷൻ്റെ പേര് അത്താണി എന്നാണ്. അങ്ങനെ ഒരു പേരുണ്ടാകാൻ കാരണം പണ്ട് കാലത്ത് മനുഷ്യർ വലിയ ഭാരം തലച്ചുമടായി കൊണ്ടുപോകുമ്പോൾ അത് ഇറക്കി വയ്ക്കാനായിട്ട് ഒരു കൽപ്പടവുണ്ടാവും. ആ കൽപ്പടവിൻ്റെ പേരായിരുന്നു അത്താണി എന്നുള്ളത്. അതിനാൽ തന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ അവിടെ ഇവിടങ്ങളിലൊക്കെ അത്താണി എന്ന പേര് കാണാൻ സാധിക്കും. പക്ഷേ ഈ നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്ന ആ ജംഗ്ഷനിൽ അത്താണി എന്നുള്ള പേര് ഒട്ട് കൗതുകം ഉണർത്തുന്നതാണ്. കാരണം ഈ നാട് വിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ പോകുന്നത് വലിയ അത്താണി ആകാൻ വേണ്ടിയാണ്. അവർ ജീവിതത്തിൻ്റെ വലിയ ഭാരം ചുമന്നിട്ടാണ് പോകുന്നത്. ഭാരം എന്ന് പറയുന്നത് കിലോ കണക്കിനുള്ള ചുമടുകൾ മാത്രമല്ല. ഭാരം എന്നാൽ അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ജീവിതത്തെ പറ്റിയുള്ള ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തെപ്പറ്റി, ഭാവിയെപ്പറ്റി ഓരോരുത്തരും വഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് ഭാരങ്ങൾ. ഈ ഭാരം ചുമന്ന് പോകുന്ന ഈ മനുഷ്യർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം ഈശോ പറഞ്ഞ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 30-ാമത്തെ തിരുവചനം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിൻ്റെ ചുമടാണ് ഭാരം കുറഞ്ഞത്. അത് മനുഷ്യൻ്റെ ചുമടാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിന് വല്ലാത്ത ഭാരമായിരിക്കും, വല്ലാത്ത നിരാശ തോന്നും, വല്ലാത്ത വിഷമങ്ങൾ തോന്നും. നമുക്ക് മതിയായി എന്നൊക്കെ വിഷമിച്ചു പോകും. എന്തുമാത്രമാണ് കഷ്ടപ്പെടുന്നത്, എല്ലാ ദിവസവും ഇതാണല്ലോ എന്നൊക്കെയുള്ള മടുപ്പ്, നിരാശ, ഇതൊക്കെ നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതഭാരങ്ങൾ അത് കർത്താവ് നമുക്ക് നൽകുന്ന കുരിശായിട്ട് മനസ്സിലാക്കിയെടുത്താൽ, കർത്താവ് നൽകുന്നതായിട്ട് മനസ്സിലാക്കിയെടുത്താൽ പിന്നെ അത് വഹിക്കാൻ എളുപ്പമുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. നമ്മുടെ ചുമടുകൾ കർത്താവിൻ്റെ ഭാരങ്ങളാണ്.